ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള വിദേശ പര്യടന സംഘം ഇന്ന് യാത്ര തിരിക്കും. 2 സംഘങ്ങളാണ് ഇന്ന് ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നത്. ജോൺ ബ്രിട്ട സംഘമായ സഞ്ജയ് കുമാർ ധ നയിക്കുന്ന സംഘം 11 മണിക്ക് ജപ്പാനിലേക്ക് യാത്ര തിരിക്കും. വൈകിട്ട് 4 മണിക്ക് ഇ ടി മുഹമ്മദ് ബഷീർ അംഗമായ സംഘം UAE-യിലേക്കും യാത്ര തിരിക്കും. അർജുൻ പീതാംബരനുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, 2 പേരും ഉൾപ്പെടുന്ന 2 മലയാളികൾ MP-മാർ ഉൾപ്പെടുന്ന സംഘമാണ് യാത്ര തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അർജുൻ? മോദി, ഇന്ന് നമ്മുടെ വിദേശ പര്യടന സംഘത്തിൻ്റെ യാത്ര അത് ആരംഭിക്കുകയാണ്. ആദ്യം ജപ്പാനിലേക്കും UAE-യിലേക്കുമാണ് യാത്ര പോകുന്നത്. അടുത്ത ദിവസങ്ങളിൽ മറ്റ് സംഘങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്കും പുറപ്പെടുമെന്നുള്ള കാര്യമാണ്. ഏറ്റവും പ്രധാനം ലോക രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ നിന്നുള്ള സംഘങ്ങൾ യാത്ര തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഭീകരവാദത്തിന് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ അത് തുറന്നു കാട്ടുക എന്ന ലക്ഷ്യം. കഴിഞ്ഞ 30 വർഷമായി തന്നെ പാകിസ്ഥാൻ ഈ നടപടികൾ തുടർന്നു പോകുന്നുണ്ട്. അതിൻ്റെ തെളിവുകൾ, കൃത്യമായിട്ടുള്ള തെളിവുകൾ ഈ ലോക രാജ്യങ്ങൾക്കിടയിൽ നമ്മളുടെ MP-മാർ, നമ്മളുടെ പ്രതിനിധികളെല്ലാം തന്നെ അവതരിപ്പിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ MP-മാരുടെ സംഘങ്ങൾക്കൊപ്പം എല്ലാ സംഘങ്ങൾക്കുമൊപ്പം ഓരോ വിദേശകാര്യ പ്രതിനിധികൾ, ഓരോ അംബാസഡർ കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇതിൽ തന്നെ എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വന്നു എന്നുള്ളത് വിശദീകരിക്കുക. അതിലൂടെ നിലവിൽ ഇന്ത്യയും പാകിസ്ഥാനെയും ഒരേ തട്ടിൽ തന്നെ അളക്കുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. പ്രത്യേകിച്ചും പാശ്ചാത്യ മാധ്യമങ്ങൾക്കിടയിലും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ എല്ലാം ഇടപെടൽ വന്നതിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനെയും ഒരേ തട്ടിൽ അളക്കുന്ന ഒരു രീതിയുണ്ട്. അത് മൊത്തത്തിൽ പൊളിച്ചെടുക്കുക, എന്തുകൊണ്ട് പാകിസ്ഥാനെതിരെ ലോക രാജ്യങ്ങൾ ഒരു നിലപാടെടുക്കണമെന്നുള്ള കാര്യം വ്യക്തമാക്കി മറ്റ് നേതാക്കളെയെല്ലാം അറിയിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ സംഘങ്ങൾക്കുള്ളത്. ഇതിൽ തന്നെ വിദേശ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ, അത് മറ്റ് പാർട്ടി പ്രതിനിധികളുണ്ട്, പാർലമെൻറ്റ്, അതുപോലെ തന്നെ നാഷണൽ അസംബ്ലി അംഗങ്ങളുണ്ട്, ന്യൂനപക്ഷ സംഘങ്ങളുടെ നേതാക്കളുണ്ട്, അതുപോലെ ഇന്ത്യൻ സംഘങ്ങൾ, ഇന്ത്യൻ ഡയസ്പോറ, മറ്റ് രാജ്യങ്ങളിലെ ഇവരെ എല്ലാവരും കണ്ട് കൃത്യമായിട്ടും എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും എന്തുകൊണ്ട് പാകിസ്ഥാനെതിരെ ഇത്തരം നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോയി എന്നുള്ള കാര്യം കൂടിയാണ് ഇന്ത്യ വിശദീകരിക്കാൻ പോകുന്നത്. അമേരിക്കയിൽ അവസാനമാണ് പോകുന്നത്. പക്ഷേ അമേരിക്കയുടെ സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും 1267 സാങ്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായി കാണും. FATF അംഗങ്ങളെയെല്ലാം തന്നെ കണ്ട് പാകിസ്ഥാനെതിരെയുള്ള ഉപരോധങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ ഇതെല്ലാം കടുപ്പിക്കുക, അങ്ങനെ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുക തുടങ്ങിയ ശ്രമങ്ങളും ഇന്ത്യയുടെ ഈ സംഘങ്ങൾ നടത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രീഫിംഗ് കഴിഞ്ഞ ദിവസം തൊട്ട് നടക്കുന്നുണ്ട്. ഇന്നലെ 3 സംഘങ്ങൾക്കായിരുന്നു ബ്രീഫ് ചെയ്തത്. അടുത്ത സംഘങ്ങൾക്ക് ഇന്നും നാളെയുമായിട്ടെല്ലാം തന്നെ കേന്ദ്ര വിദേശകാര്യ പ്രതിനിധികൾ ബ്രീഫ് ചെയ്യും. അതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇവർക്ക് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശവും. ശരി, അർജുൻ പീതാംബരനാണ് വിശദാംശങ്ങൾ നൽകിയത്.